മലയാള സിനിമാ ലൊക്കേഷനിലെ ഞെട്ടിക്കുന്ന ദുരനുഭവം ആദ്യമായി വെളിപ്പെടുത്തിയ പ്രശസ്ത നടി രാധിക ശരത് കുമാർ. ഇത് മറ്റൊരു പാരയായത് തന്നെ. കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച് നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. വല്ലവരുടെയും കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്ക്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. സെറ്റിൽ പുരുഷന്മാർ ഒന്നിച്ചിരുന്ന് മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് താൻ നേരിട്ട് കണ്ടു. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. ഭയന്നുപോയ താൻ കാരവാനിൽ വെച്ച് വസ്ത്രം മാറാതെ ഹോട്ടൽ മുറിയിലേക്ക് പോയെന്നും കണ്ടോ സാറേ? എന്ത് കണ്ടോന്ന് അല്ല, கேரளாவில் நான் கண்டது வந்து ஒரு நாள் சும்மா அப்படி நடந்து போகும்போது எல்லாம் நிறைய பேர் உட்காந்து சிரிச்சுக்கிட்டு பேசிக்கிட்டு இருந்தாங்க. ஸோ நான் அப்படியே நடந்து போகும்போது அப்படி பார்த்தேன். ஏதோ வீடியோவில் அவங்க பார்த்துக்கிட்டு இருந்தாங்க. அப்போ நான் இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன அப்படி சிரிக்கிறீங்கன்னு. கிட்டத்தட்ட எல்லா கேமராஸ் கேரவான்லேயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்றது அவங்க எடுத்திருக்காங்க. അയ്യേ കാമപ്രാന്തൻ. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികൾ. நீங்க பாருங்க, யூ ஜஸ்ட் டைப் தி நேம் ஆஃப் தி ஆர்டிஸ்ட், அவங்களுடைய ட்ரெஸ் சேஞ்ச் இருக்கும். അത് ഞാൻ பார்த்தேன். അമ്പടാ ഭയങ്കര. ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുലിച്ചു നിർത്തി കോമ്പിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കപ്പിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഏത് സിനിമയുടെ ലൊക്കേഷൻ അത് சொல்ல முடியாது. ആളിനെ നമുക്ക് മനസ്സിലായി. രാമലീലയുടെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തെന്ന് പറഞ്ഞു. ഒരു കാരവാനിനകത്ത് 2 പോർഷൻ. ഒരു പോർഷനിൽ നമ്മളെല്ലാവരും രാത്രി നൈറ്റ് ഷൂട്ടിങ്. ഇപ്പുറത്തെ പോർഷനിൽ രാധിക. അതെപ്പോ വാപ്പ അഴകെ ഉണ്ട് ആണോ? കണ്ണ കണ്ടില്ല. ഞാൻ പറയാം. രാധികയാണ്. രാധികയും രാധികയുടെ അസിസ്റ്റൻസ്. രാധിക 3-ാം ദിവസം എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് അപ്പുറം അതിനകത്തുള്ളത് ഇത്രയും ചിരി ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു കോമഡി ടൈം. இன்னொருத்தரை கூப்பிட்டு கேட்டேன், இது என்ன அப்படி சிரிக்கிறீங்கன்னு. ഞാൻ പറഞ്ഞു കോമഡി ടൈം. கிட்டத்தட்ட எல்லா கேமராஸ் கேரவான்லேயும் யாரோ கேமரா வச்சு நம்ம லேடிஸ் ட்ரெஸ் சேஞ்ச் பண்றது அவங்க எடுத்திருக்காங்க. നന്നായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാര്യം നമ്മൾ ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്തോണ്ട് പോവാ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്.